ഹായ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തത്. ഇന്ന് നമ്മൾ ഒരു പുതിയ പോർഷനിലേക്ക് കിടക്കുകയാണ്. കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. എന്താണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ പ്രോബ്ലംസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് അല്ലെ, പേരിൽ തന്നെയുണ്ട്, ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ശ്രദ്ധിക്കുക. കൺസിഡർ എ ഫങ്ഷൻ എഫ് ഫ്രം എ ടു ബി. ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അതാണ് ഇത് സെറ്റ് എ എന്നിരിക്കട്ടെ, ഇത് സെറ്റ് ബി. ഞാൻ ഫംഗ്ഷൻ എന്താണ്, എഫ് എന്ന് പറഞ്ഞു. ആൻഡ് അനദർ ഫംഗ്ഷൻ ഡിഫൈൻഡ് ജി ഫ്രം ബി ടു സി. ബിയിൽ നിന്ന് സിയിലേക്ക് വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് എന്താണ്, ജി. അപ്പോൾ ഞാൻ ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആ ഫംഗ്ഷൻ എന്താണ്, ജി എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ. ഇപ്പൊ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. എയിൽ നിന്ന് ബിയിലേക്കുള്ളത് എഫും ബിയിൽ നിന്ന് സിയിലേക്കുള്ളത് ജി. രണ്ട് ഫംഗ്ഷൻസ്. ഞാൻ ഇവിടെയുള്ള എലമെന്റ്സ് എക്സ് എന്ന് എടുക്കുന്നു. ഈ എക്സിന്റെ ഇമേജ് ആണ് ഇവിടെ വരുന്നത് അണ്ടർ ദ ഫംഗ്ഷൻ എഫ്. അപ്പൊ അതെന്തായിരിക്കും ഇവിടെ വരുന്നത്, എഫ് ഓഫ് എക്സ് ആയിരിക്കും. ശരിയല്ലേ? എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഇമേജ് അണ്ടർ ദി ഫംഗ്ഷൻ എഫ് ആണ് ഇവിടെ വരുന്നത്. എങ്കിൽ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷനിൽ ഇവിടെ വരുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ എന്താണ് എലമെന്റ് എന്താണ്, എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ ഇമേജ് അണ്ടർ ദ ഫംഗ്ഷൻ എന്താണ്, ജി. അപ്പോൾ ഇവിടെ എന്ത് വരും, ജി ഓഫ് എന്ത് വരും, എഫ് ഓഫ് എക്സ് വരും. ശരിയല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഇമേജ് അണ്ടർ ദ ഫംഗ്ഷൻ ജി. അപ്പൊ ഇവിടെ എന്താ വരുന്നത്, ജി ഓഫ് എഫ് ഓഫ് എക്സ്. ക്ലിയർ? ഓക്കെ. ഇനി നൗ ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫ്രം എ ടു സി. എ എന്ന സെറ്റിൽ നിന്ന് സി എന്ന സെറ്റിലേക്ക് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ദാറ്റ് ഫംഗ്ഷൻ ഈസ് ദ കോമ്പോസിഷൻ ഓഫ് എന്താണ്, എഫ് ആൻഡ് ജി. എഫിന്റെയും ജിയുടെയും കോമ്പോസിഷൻ ആയിരിക്കും ആ ഫംഗ്ഷൻ. അതിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ജി കോമ്പോസിഷൻ എന്ന് സൂചിപ്പിക്കാൻ ഇത് ചെറിയ സീറോ ഇവിടെ ഇടുക, എഫ്. അപ്പോൾ ഞാനൊരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഫ്രം എന്താണ്, സെറ്റ് എ ടു സെറ്റ് സി. ദാറ്റ് ഈസ് കോൾഡ് കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എന്താണ്, ജി കോമ്പോസിഷൻ എഫ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ്, ജി കോമ്പോസിഷൻ എഫ് ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എവിടെ നിന്ന് എവിടേക്കാണ്, എ ടു സി. ഓക്കെ, അപ്പോൾ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി ഈസ് ഡിനോട്ടഡ് ആസ് ജി കോമ്പോസിഷൻ എഫ്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഫ്രം എന്താണ്, എ ടു സി ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, ജി കോമ്പോസിഷൻ എഫിന്റെ ഇമേജസ് എന്തായിരുന്നു, ജി ഓഫ് എഫ് ഓഫ് എക്സ്. എന്തായിരുന്നു, ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, സിമ്പിൾ ആണ്. സോ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് കാണുന്ന ഫോർമുല ജി ഓഫ് എഫ് ഓഫ് എക്സ്. Similarly, we can define F composition G also. എന്തായിരിക്കും F composition G? നിങ്ങൾ പറയും, yes, F of G of X. ശരിയല്ലേ? എങ്കിൽ നിങ്ങൾക്ക് പറയാം, what is F composition F of X? എന്തായിരിക്കും? Clear? Equal to F of X. ഇതേപോലെ ജി കോമ്പോസിഷൻ ജി ഓഫ് എക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് കോമ്പോസിഷൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എന്താണ് കോമ്പോസിറ്റീവ് ഫംഗ്ഷൻ? ഞാൻ നേരത്തെ പറഞ്ഞു, ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജിയുടെ അകത്ത് ആര് കയറി വരും, എഫ് ഓഫ് എക്സ് കയറി വരും. ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ സച്ച് ഫംഗ്ഷൻസ് ആർ കോൾഡ് കോമ്പോസിറ്റീവ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, കോമ്പോസിറ്റീവ് ഫംഗ്ഷൻ. നേരത്തെ എങ്ങനെ ആയിരുന്നില്ലേ, ജിക്ക് അകത്ത് ആര് കയറി വന്നു, എഫ് ഓഫ് എക്സ്. അല്ലെ, നമ്മുടെ പഴയ മണിച്ചിത്രത്താഴ് സിനിമയിൽ എന്താണ് ശോഭന ചെയ്ത കഥാപാത്രം എന്ന ഗംഗ. ചില സമയത്ത് ഗംഗയുടെ ഉള്ളിൽ ആര് വരുമായിരുന്നു, നാഗവല്ലി കയറി ഇരിക്കുമായിരുന്നു. അല്ലെ, അപ്പം ഗംഗയ്ക്കുള്ളിൽ നാഗവല്ലി കയറുന്നു. അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ വരുന്നത്. എഫിനുള്ളിൽ ആര് കയറുന്നു, ജി കയറുന്നു. ഓക്കെ, അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, അതങ്ങ് വിട്ടേരെ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider a function f from R to R defined as f of x equal to എന്താണ്, cos x. g from R to R defined as g of x equal to 3x square. Show that f composition G not equal to g composition f.
എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും സെയിം അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടിന്റെ വാല്യൂ കണ്ടാൽ മതി. പരിപാടി കഴിഞ്ഞു. ആദ്യം ഞാൻ എന്ത് കാണുന്നു? എഫ് കോമ്പോസിഷൻ ജി കാണുന്നു. ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് ഫോർമുല? എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് കാണുന്ന ഫോർമുല എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു വളരെ സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റും ആണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താണ്? ജി ഓഫ് എക്സ് എന്താണ്? 3x². ജസ്റ്റ് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ഈക്വൽ ടു നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എഫ് ഓഫ് 3x². എന്താണ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് എന്താണ്? കോസ് എക്സ്. എഫ് ഓഫ് എക്സിൽ എഫ് ഓഫ് എക്സ് കോസ് എക്സ്. ആ എഫ് ഓഫ് എക്സിൽ എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? ഇവനെ കൊടുക്കണം. എഫ് ഓഫ് എക്സ് എന്താണ്? കോസ് എക്സ്. എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുത്താൽ മതി? ഇത് കൊടുത്താൽ മതി. 3x², which is എന്താണ്? എഫ് കോമ്പോസിഷൻ ജി. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് ഫോർമുല? ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. എന്താണ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് കോസ് എക്സ്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ജി ഓഫ് കോസ് എക്സ്. അപ്പൊ ആരിലേക്ക് പോകണം? ജിയിലേക്ക് പോകണം. ജി എന്താണ്? 3x². ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു അകത്തിരിക്കുന്നതിന്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ ജി ഓഫ് എക്സിന് പകരം ഇവിടെ എന്താണ്? കോസ് എക്സ്. അപ്പോൾ ജി എന്ന ഫംഗ്ഷനിലേക്ക് പോവുക. അതിൽ എക്സ് ഇരിക്കുന്ന സ്ഥാനത്ത് ആരെ കൊടുക്കുക? കോസ് എക്സ് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ജി ഓഫ് എക്സ് എന്താണ്? കോസ് എക്സ് കൊടുക്കുക. ഇവിടെ 3 ഇൻറ്റു x². എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? കോസ് എക്സ്. കോസ് എക്സിന്റെ സ്ക്വയർ, കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു കോസ് എക്സ് ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് സിംപ്ലി എന്ത് എഴുതാം? കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സിമ്പിൾ അല്ലേ? ജി ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ നേരെ ജിയിലേക്ക് പോവുക. ജി എന്ന ഫംഗ്ഷനിൽ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ഇതിനകത്തിരിക്കുന്ന സാധനം കോസ് എക്സ് കൊടുക്കുക. അപ്പൊ 3 ഇൻറ്റു കോസ് എക്സിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 3 കോസ് സ്ക്വയർ എക്സ്. നമുക്ക് എഫ് കോമ്പോസിഷൻ ജി എന്താ കിട്ടിയേ? കോസ് ഓഫ് 3x². ജി കോമ്പോസിഷൻ എഫ് എന്താ കിട്ടിയേ? 3 കോസ് സ്ക്വയർ എക്സ്. രണ്ടും സെയിം ആണോ? അല്ല. Therefore, what is the conclusion? F composition G not equal to G composition F. Okay, next question. Let F and G are two functions defined from real number to real number as f of x equal to 8x³, comma g of x equal to x raised to 1/3. Find f composition G and G composition F. നേരത്തതുപോലെ ഇത് രണ്ടും കാണണം. ഫസ്റ്റ് ഓഫ് ഓൾ we have to find f composition G means f composition G of x കാണണം. equal to f of G of x. ഇതല്ലേ ഫോർമുല? നിങ്ങൾക്കറിയാം. equal to f of G of x. എന്താണ് G of x? x raised to 1/3. equal to next we have to find f of x raised to 1/3. ഇത് കാണണമെങ്കിൽ എവിടേക്ക് പോകണം? എഫിലേക്ക് പോകണം. എഫിൽ എക്സ് ഇരിക്കുന്ന സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഈ ടേം കൊടുക്കണം. ദാറ്റ്സ് ഓൾ. സോ എഫിലേക്ക് വന്നു 8 ഇൻറ്റു എക്സ് ഇരിക്കുന്ന സ്ഥാനത്ത് എന്ത് കൊടുക്കണം? എക്സ് റൈസ് ടു 1/3. റൈസ് ടു എന്തുണ്ട്? 3 ഉണ്ട്. ഓക്കെ, ഈക്വൽ ടു 8 ഇൻറ്റു 3 ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? 8x എന്ന് കിട്ടും. ദാറ്റ് ഈസ് എഫ് കോമ്പോസിഷൻ ജി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് G composition f of x is equal to G of f of x. That is the definition. Is equal to G of what is f of x? F of x 8x³. Is equal to next we have to find G of 8x³. അപ്പോൾ എവിടേക്ക് പോകണം? ജിയിലേക്ക് പോകണം. ജിയിൽ x ഇരിക്കുന്ന സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഇവനെ കൊടുക്കണം. ഇത് മൊത്തം കൊടുക്കണം. അല്ലെ? ഇത് ആക്ച്വലി ജി ഓഫ് എക്സ് എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ജിയിലേക്ക് വരിക. എക്സ് ഇരിക്കുന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? ഇതിനകത്തിരിക്കുന്നത്, ദാറ്റ് ഈസ് 8x³ അല്ലെ? എക്സ് ഇരിക്കുന്ന പ്ലേസിൽ അത് കൊടുത്തു. റൈസ് ടു മൊത്തത്തിൽ എന്ത് കൊടുക്കണം? 1/3. പലരും തെറ്റിക്കും. മനസ്സിലായോ? ജി ഓഫ് എക്സ് ഇതാണ് എക്സ്. അപ്പോൾ ജിയിലേക്ക് വന്നിട്ട് എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? ഈ അകത്തിരിക്കുന്നത് മൊത്തം കൊടുത്തു. റൈസ് ടു എന്തുണ്ട്? 1/3 ഈക്വൽ ടു വീണ്ടും നേരത്തെ പോലെ ഈ 3 ക്യാൻസൽ ചെയ്യാന്ന് പറയും. പക്ഷെ ഇവിടെ സിംഗിൾ ടേം ആയിരുന്നു. ഇവിടെ ഈ ടേമിനും എന്ത് ബാധകമാണ്? 1/3. സോ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിരുന്നു. 8 റൈസ് ടു 1/3 ഇൻറ്റു x³ റൈസ് ടു 1/3. നൗ 3 ക്യാൻസൽ ചെയ്തു. വാട്ട് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് 8?
8 raised to 1/3 എന്ന് പറഞ്ഞാൽ 2. ഇവിടെ എന്തുണ്ട് ഇനി ബാക്കി എക്സ്. സോ ജി കോമ്പോസിഷൻ എഫ് എന്താണ് 2x. നേരത്തെ കിട്ടിയ എന്താണ് 8x. രണ്ട് ക്ലിയർലി നോട്ട് ഈക്വൽ. അതിവിടെ ചോദിച്ചിട്ടില്ല. ജസ്റ്റ് എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് കാണുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. നോക്കുക, ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോളൂ. ലെറ്റ് എഫ് ആൻഡ് ജി ആർ two functions defined from real number to real number as f of x equal to modulus of x, g of x equal to mod 5x minus 2. Find f composition g and g composition f. Okay, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് എന്നാണ്, മോഡ് എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. ജി ഓഫ് എക്സ് മോഡുലസ് ഓഫ് 5x minus 2. നേരത്തെ പോലെ എന്ത് കാണണം? എഫ് കോമ്പോസിഷൻ ജി ആദ്യം കാണണം. That is equal to f of എന്താണ് ഫോർമുല? g of x is equal to f of g of x എന്താണ്? g of x എന്താണ്? മോഡുലസ് ഓഫ് 5x minus 2. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. Next we have to find f of this term. അപ്പോൾ എവിടേക്ക് പോകണം? എഫിലേക്ക് പോകണം. എഫിലേക്ക് വന്നു. എഫിൽ എന്ത് ചെയ്യണം? എക്സ് ഇരിക്കുന്ന സ്ഥാനത്ത് അല്ലേ എന്ത് കൊടുക്കണം? ഇവനെ കൊടുക്കണം. എഫ് ഓഫ് എക്സിൽ എക്സ് ഇരിക്കുന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? ഈ അകത്തിരിക്കുന്ന സാധനം കൊടുക്കണം. അപ്പൊ എഫിലേക്ക് വന്നു. മോഡുലസ് ഓഫ് എക്സ്. എക്സ് ഇരിക്കുന്ന സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഈ അകത്തിരിക്കുന്നത് കൊടുക്കണം. ദാറ്റ് ഈസ് മോഡ് 5x minus 2. പിന്നെ ഈ പുറത്തുള്ള മോഡുലസ് കംപ്ലീറ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഇനി ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്. അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ എന്ത് കിട്ടും? വെറും എക്സ് അല്ല, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് സിംപ്ലി എഴുതിയാൽ മതി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? മോഡുലസ് ഓഫ് മോഡുലസ് 5x minus 2 ദാറ്റ് ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 5x minus 2 ആയിരിക്കും കിട്ടുന്നത്. Got it? Okay. Next we have to find g composition f of x is equal to g of f of x. That is equal to g of f of x. f of x എന്താണ്? mod x എഴുതി. is equal to നെക്സ്റ്റ് നമുക്ക് എന്താണ് കണ്ടത്? ജി ഓഫ് മോഡ് എക്സ്. അപ്പൊ എവിടേക്ക് പോകണം? ജിയിലേക്ക് പോകണം. ജിയിൽ വന്നു. ജിയിൽ എക്സ് ഇരിക്കുന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? ജിയിൽ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതിൽ എക്സ് ഇരിക്കുന്ന പ്ലേസിൽ ഈ അകത്തിരിക്കുന്ന വാല്യൂ കൊടുക്കുക. അത്രേ ഉള്ളൂ. എക്സ് ഇരിക്കുന്ന സ്ഥാനത്ത് ഇവിടെ അകത്തിരിക്കുന്ന കൊടുക്കുക. കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്? മോഡ് 5. എക്സ് ഇരിക്കുന്ന സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഈ അകത്തിരിക്കുന്നത് മോഡ് എക്സ് ദെൻ -2. കഴിഞ്ഞില്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. അതിൽ എക്സ് ഇരിക്കുന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? ഈ അകത്തിരിക്കുന്ന ടൈം കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജി കോമ്പോസിഷൻ. ഇതും പലപ്പോഴും ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് ഒരു വ്യത്യസ്തതയുള്ള ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നേരത്തേക്ക് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് തന്നിരുന്നു. ഇവിടെ ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഫംഗ്ഷൻസ് നമുക്ക് എന്താണ് ഹോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്. ഓക്കെ, എലമെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ആ രീതിയിലാണ്. നേരത്തെ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന ടൈമിലായിരുന്നു. എഴുതിക്കോളൂ ക്വസ്റ്റ്യൻ. ലെറ്റ് എഫ് ഫ്രം സെറ്റ് 1 3 4 to സെറ്റ് 1 2 5 ആൻഡ് ജി ഫ്രം സെറ്റ് 1 2 5 to സെറ്റ് 1 3 ആർ ടു ഫംഗ്ഷൻസ് given by f equal to set 1 2 3 5 4 1 and g equal to 1 3 2 3 5 1. Find g composition f. Find g composition f. അപ്പോൾ f എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്കും അടുത്ത g എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ? ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എങ്കിൽ we have to find g composition f അല്ലേ? ആ ഫംഗ്ഷൻസിന്റെ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. f എന്താണ് g എന്താണെന്ന് തന്നിട്ടുണ്ട്. So we have to find g composition f. g composition f എന്ന് പറഞ്ഞാൽ g of f of x. അപ്പോൾ fലെ ഈ എലമെന്റ്സിനെ ബേസ് ചെയ്ത് വേണം g composition f കാണാൻ. ഓക്കെ, അപ്പൊ g composition fലെ ആദ്യത്തെ എലമെന്റ് g composition f of x കോർഡിനേറ്റ് ആദ്യത്തെ fലെ ആദ്യത്തെ x കോർഡിനേറ്റ് എന്താണ്? 1. അത് കാണണം. equal to g of g composition f of x എന്നാൽ g of f of x. അപ്പൊ g of എന്ത് വരും? f of 1 equal to g of f of 1 എന്ന് പറഞ്ഞാൽ g of f of 1 എന്താണ്? f of 1 എന്ന് പറഞ്ഞാൽ f എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 1ന്റെ ഇമേജ് f എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 1ന്റെ ഇമേജ് എന്താണ്? 2. അപ്പോൾ ഇവിടെ എന്ത് വരും? g of 2 equal to നെക്സ്റ്റ് g of 2. g എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 2ന്റെ ഇമേജ്
ജി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ രണ്ടിന്റെ ഇമേജ് എന്താണ് 3. സോ ആൻസർ എന്താണ് 3. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് ആദ്യം 1 ഉണ്ട്, അടുത്തെന്ത് കാണും 3 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എന്ത് വരും 3 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 3. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എഫിൽ 3യുടെ ഇമേജ് എന്താണ് 5 ഈക്വൽ ടു ജി ഓഫ് 5 എന്ന് പറഞ്ഞാൽ ജിയിൽ 5ന്റെ ഇമേജ് എന്താണ് 1. സോ ആൻസർ എന്താണ് 1 എന്ന് കിട്ടി. നെക്സ്റ്റ് കഴിഞ്ഞില്ല, അടുത്തെന്താണ് വേണ്ടത്? ജി കോമ്പോസിഷൻ എഫ് ആണ് കാണേണ്ടത്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1ന്റെ ഇമേജ് കണ്ടു, 3യുടെ ഇമേജ് കണ്ടു. നെക്സ്റ്റ് 4ന്റെ ഇമേജ് കാണണം. സോ ജി ഓഫ് എഫ് ഓഫ് 4 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എഫിൽ 4ന്റെ ഇമേജ് ദാറ്റ് ഈസ് 1 ഈക്വൽ ടു ജി ഓഫ് 1. ജിയിൽ 1ന്റെ ഇമേജ് ദാറ്റ് ഈസ് 3. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് കാണുമ്പോൾ എഫിലെ 3 എലമെന്റിന്റെ ഇമേജ് നമ്മൾ കണ്ടു. നൗ ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു സെറ്റ് ഇട്ടതിന് ശേഷം ഇതിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1ഉം 3ഉം 4ഉം. ആദ്യം 1 എഴുതി, ആ 1ന്റെ ഇമേജ് എന്തായിരുന്നു? 1 കണ്ടപ്പോൾ ഇമേജ് എന്താ കിട്ടിയേ 3. അപ്പൊ ആദ്യത്തെ ഓർഡേഡ് പെയർ 1,3. അടുത്ത് ജി കോമ്പോസിഷൻ എഫിലെ എക്സ് കോർഡിനേറ്റ് 3 ആകുമ്പോൾ അതിന്റെ y കോർഡിനേറ്റ് എന്താണ്? 1. നെക്സ്റ്റ് ജി കോമ്പോസിഷൻ എഫിലെ അടുത്ത എക്സ് കോർഡിനേറ്റ് 4 അതിന്റെ ഇമേജ് എന്താണ്? 4ന്റെ ഇമേജ് എന്തായിരുന്നു 3. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ജി കോമ്പോസിഷൻ എഫ് കിട്ടും. നേരത്തെ ഇൻ ടേംസ് ഓഫ് എക്സിൽ കണ്ടു, ഇവിടെ ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്ത് കിട്ടി? ഓർഡേഡ് പെയേഴ്സ് കിട്ടി, ആ ഫംഗ്ഷനിലെ എലമെന്റ്സ് കിട്ടി. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും സാധാരണ ചോദിക്കാറുണ്ട്. ഒന്ന് സൂക്ഷ്മമായി നോക്കുക, മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ്, എഴുതിക്കോളൂ. ഇഫ് എഫ് ആൻഡ് ജി ആർ 1 functions, then show that G composition F is also 1. Okay, F ഉം G ഉം 1 ആണെങ്കിൽ G composition F 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം if F is 1, then what is the condition? F of x equal to F of y implies x equal to എന്താണ്? y ആണെന്ന് നമുക്കറിയാം. എഫ് 1 ആണെങ്കിൽ ഇതാണ് കണ്ടീഷൻ. സിമിലർലി ജി ആൾസോ, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആയതുകൊണ്ട് എന്താണ്? ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ ആണെന്ന് അറിയാം. ഓക്കെ, നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ജി കോമ്പോസിഷൻ എഫ് 1 എന്നാണ്, അല്ലേ? ഒരു ഫംഗ്ഷൻ 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താണ് അസംഷൻ? എഫ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് എടുക്കണം. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ആണെങ്കിൽ എന്തെടുക്കണം? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് വൈ എന്ന് അസ്യൂം ചെയ്യുക. Okay, let എന്താണ്? G composition f of x equal to G composition f of y. Now definition left side composition ന്റെ G composition f of x എന്ന് പറഞ്ഞാൽ എന്താണ്? G of f of x equal to ഇവിടെ എന്ത് കിട്ടും? Again definition G of f of y. ഇനി ഇത് G of ഇതെന്ത് വിചാരിക്കുക? x എന്ന് വിചാരിക്കുക. ഇത് G ഓഫ് ഇതെന്ന് വിചാരിക്കുക y എന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? G ഓഫ് x ഈക്വൽ ടു G ഓഫ് y. G എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. G 1 ആണെങ്കിൽ G ഓഫ് x ഈക്വൽ ടു G ഓഫ് y ഇംപ്ലൈസ് x ഈക്വൽ ടു y എന്ന് എഴുതാം. അപ്പോൾ G 1 ആയതുകൊണ്ട് G ഓഫ് x ഈക്വൽ ടു G ഓഫ് y ഇംപ്ലൈസ് എന്തെഴുതാം? x ഈക്വൽ ടു y. x എന്ന് പറഞ്ഞാൽ എന്താണ്? f ഓഫ് x ഈക്വൽ ടു ഇവിടെ y എന്ന് പറഞ്ഞാൽ എന്താണ്? f ഓഫ് y. ഇവിടെ കിട്ടിയായിരുന്നു. സിൻസ് എന്താണ്? റീസൺ എഴുതണം. സിൻസ് G ഈസ് എന്താണ്? 1 G 1 ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഈക്വൽ ടു അല്ലെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എന്തെഴുതാം? f of x equal to f of y എന്ന് കിട്ടി. വീണ്ടും ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? f is 1. f 1 ആണെങ്കിൽ എന്ത് കിട്ടും? f of x equal to f of y implies x equal to y, which implies എനിക്ക് എന്ത് കിട്ടി? x equal to y എന്ന് കിട്ടി. വീണ്ടും ഇവിടെ റീസൺ എന്താണ്? സിൻസ് f is എന്താണ്? 1 f 1 ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ എഴുതാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. G composition f of x equal to G composition f of y implies x equal to y. That is G composition F is എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. Which is the proof. ഇതും 1-2 പ്രാവശ്യം ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ചോദിച്ചതാണ്. അപ്പൊ എന്താണ്? എഫും ജിയും 1 ആണെങ്കിൽ G composition F എന്തായിരിക്കും? 1. ഇതുപോലെ വേറൊരു റിസൾട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. If F and G are on 2 functions, then
ജി കോമ്പോസിഷൻ എഫ് ഈസ് ആൾസോ ഓൺ ടു. അതിന്റെ പ്രൂഫ് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു, നിങ്ങൾ ചിന്തിക്കൂ, ആൻസർ കിട്ടും, ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിലൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിൽ നിന്നും ഒരു ജനറൽ കേസിലേക്ക് ഞാൻ പോവുകയാണ്. എന്താണ്? എഫും ജിയും 1-1 ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് 1-1. എഫും ജിയും ഓൺ ടു ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓൺ ടു. അപ്പോൾ അതിൽ നിന്ന് ഒരു ജനറലൈസേഷനിലേക്ക് ഞാൻ പോവുകയാണ്. ഇഫ് എഫ് ആൻഡ് ജി ആർ ബൈജക്റ്റീവ് ഫങ്ഷൻസ്. എന്താണ്? ഇഫ് എഫ് ആൻഡ് ജി ആർ ബൈജക്റ്റീവ് ഫങ്ഷൻസ് ദെൻ ജി കോമ്പോസിഷൻ എഫ് ഈസ് ആൾസോ എ ബൈജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊരു തിയറമാണ്. എഫ് ആൻഡ് ജി ആർ ബൈജക്റ്റീവ് ഫങ്ഷൻ ദെൻ ജി കോമ്പോസിഷൻ എഫ് ഈസ് ആൾസോ ബൈജക്റ്റീവ്. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി. നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയുടെ പ്രൂഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എഴുതിക്കോളൂ. ഇഫ് അല്ലെങ്കിൽ ലെറ്റ് എഫ് ജി ആൻഡ് എച്ച് ആർ ഫങ്ഷൻസ് defined from real number to real number, then show that f plus g composition h equal to f composition h plus g composition h എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണം ഈ റിസൾട്ട്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ എടുക്കുന്നു. എന്താണ്? എഫ് പ്ലസ് ജി കോമ്പോസിഷൻ എച്ച്. എഫ് കോമ്പോസിഷൻ ജി കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? എഫ് കോമ്പോസിഷൻ ജി കാണാൻ പറഞ്ഞാൽ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് എടുക്കും. അതനുസരിച്ച് ഓഫ് എഫ് പ്ലസ് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് എന്ന് എടുത്തു. ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? എഫ് പ്ലസ് ജി. എഫ് പ്ലസ് ജി ഓഫ് നെക്സ്റ്റ് ഫംഗ്ഷൻ എന്താണ്? എച്ച് ഓഫ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് കൂടെ കൊടുക്കാം. ഈക്വൽ ടു ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എഫ് ഓഫ് എന്ത് കിട്ടും? എഫ് ഓഫ് എച്ച് ഓഫ് എക്സ് പ്ലസ് അടുത്ത ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത് ജി ഓഫ് എച്ച് ഓഫ് എക്സ് അല്ലെ, ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക. ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം? എഫ് കോമ്പോസിഷൻ എച്ച് എന്ന് എഴുതാം. ശരിയല്ലേ? ഓഫ് എക്സ് എടുക്കാം പ്ലസ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് എന്ന് പറയാം. ശരിയല്ലേ? ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു രണ്ടിലും എക്സ് ഞാൻ കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതിക്കൂടെ? എഫ് കോമ്പോസിഷൻ എച്ച് പ്ലസ് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാമോ? എഴുതാം. Therefore ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് പ്ലസ് ജി കോമ്പോസിഷൻ എച്ച് ഈക്വൽ ടു അല്ലെ, ഇത് ഈക്വൽ ടു എക്സ് ഞാൻ എഴുതുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എഫ് കോമ്പോസിഷൻ എന്താണ്? എച്ച് പ്ലസ് ജി കോമ്പോസിഷൻ എച്ച് വിച്ച് ഈസ് ദ റിസൾട്ട്. വലിയ പ്രാധാന്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം നോക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് ഞാൻ തരുന്നു, എഴുതിക്കോളൂ. ലെറ്റ് എഫ് ഫ്രം നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ, ജി ഫ്രം നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ, എച്ച് ഫ്രം നാച്ചുറൽ നമ്പർ ടു റിയൽ നമ്പർ ആർ ത്രീ ഫങ്ഷൻസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x, ജി ഓഫ് വൈ ഈക്വൽ ടു 3y plus 4, എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു സൈൻ ഇസഡ്. Show that H composition bracket G composition F equal to H composition G bracket കഴിഞ്ഞിട്ട് composition F. അതായത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണ്? അത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ളതിന്റെ വെരിഫിക്കേഷൻ ആണ്. ഇതൊരു ജനറൽ റിസൾട്ട് കൂടെയാണ്. ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട, വളരെ ഈസി ആയിട്ട് ആദ്യം നിങ്ങൾ എന്ത് കാണുക? ജി കോമ്പോസിഷൻ എഫ് കാണുക. ജി കോമ്പോസിഷൻ എഫ് നമ്മൾ നേരത്തെ ചെയ്തു, അപ്പോൾ ഒരു ഫംഗ്ഷൻ കിട്ടും. പിന്നെ എന്ത് കാണുക? എച്ച് കോമ്പോസിഷൻ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ കാണുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡ് ആദ്യം എച്ച് കോമ്പോസിഷൻ ജി കാണുക, ഒരു ഫംഗ്ഷൻ കിട്ടുമല്ലോ, ആ ഫംഗ്ഷൻ കോമ്പോസിഷൻ എഫ് കാണുക. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആണെന്ന് നിങ്ങൾ വെരിഫൈ ചെയ്താൽ മതി. ഓക്കെ, അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. ടെക്സ്റ്റിലെ എക്സാമ്പിൾ ആണ്, സംശയം ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്ന പോർഷനുമായി നമ്മൾ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.